തെറ്റുകാരായ BJP-ക്കാരെ, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒരു സമയത്ത് പറയും പോണ്ടിച്ചേരി, ഒരു സമയത്ത് പറയും കൊല്ലത്ത്, ഒരു സമയത്ത് പറയും തൃശ്ശൂര്, ഒരു സമയത്ത് പറയും തിരുവനന്തപുരത്ത്. ഇതെന്താ ഇത്? അങ്ങനെയല്ലേ അദ്ദേഹം ശ്രീ വസീഫ്, ഇപ്പൊ നമ്മൾ ജനറലായി രാജ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോഴും തൃശ്ശൂരിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയി ഓരോ മിനിറ്റിലും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് കിട്ടിയ, തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ്. ഇപ്പൊ നാട്ടിക മണ്ഡലത്തിൽ, നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 69ാമത്തെ ബൂത്തിൽ 79 പേരെയാണ്, ആ നാട്ടുകാരല്ലാത്ത ആളുകളെയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ BJP നേതാവ് CV അനിൽകുമാറിന്റെ കെയർ ഓഫിൽ, രക്ഷിതാവ് എന്നുള്ള നിലയിൽ CV അനിൽകുമാറിന്റെ കെയർ ഓഫിൽ 17 പേരാണ് അവിടെ വോട്ട് ചേർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടികയ്ക്ക് പുറത്തുള്ള ആളുകൾ. ആ വോട്ടർ പട്ടിക കണ്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടുപോകും. അഭിനന്ദ് PA, അനിൽകുമാർ CV, അജിത്ത് CV, അതാ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവോ മകനോ വല്ലോ ആയിരിക്കും, നിള PR പ്രദീപ്, ഇങ്ങനെ തുടങ്ങി ഇതാ ഒരുപാടുണ്ട്. സ്നേഹ കൃഷ്ണ PV. വോട്ടർ പട്ടികയുടെ ആ പകർപ്പ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. സമാനതകളില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഒരു BJP നേതാവിന്റെ വീട്ടിൽ ഇത്ര എന്ന് പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിലെ വോട്ടുകൾ ചേർത്തതൊക്കെ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത കാര്യമാണ്. അതുണ്ടായിട്ടും ഇത്രയൊക്കെ ഉള്ളോ നിങ്ങളുടെ പ്രതികരണം എന്നുള്ളതാണ് അതിശയകരം. നേരത്തെ കെ മുരളീധരൻ ചോദിച്ചു, മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന്. അഭിലാഷേ, നമ്മുടെ രാജ്യത്ത് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ഭരണഘടനയെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇവർ. എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുകയാണ് ഇവർ ഓരോ ദിവസവും. ഇവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവരനുവദിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പ്. അത് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു സംവിധാനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ. ഈ ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ഈ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് സുതാര്യമായി ഈ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഇലക്ഷൻ സംവിധാനവും സുതാര്യമല്ല, നിഷ്പക്ഷമല്ല, സ്വതന്ത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന ഈ തെളിവുകളെല്ലാം. അതിനെ ഉറപ്പിച്ചു പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്ന് ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഈ BJP നേതാവിൻ്റെ പ്രതികരണം. ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പ്രതികരിച്ച BJP നേതാക്കന്മാരുടെ ആകെ പ്രതികരണം ഇതിന് സമാനമാണ്. എന്താണ് ഒരു സാധാരണ മനുഷ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഈ ജനാധിപത്യം ആഗ്രഹിച്ച്, ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കും എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവില്ലേ? എങ്ങനെയാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് ഇവർക്ക് പ്രതീക്ഷയുണ്ടാവുക? ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുക, ഉറപ്പിച്ച് പുച്ഛിച്ച് പറയുക, പോയി കേസ് കൊട്. ഞാനത് പറഞ്ഞാൽ കൂടിപ്പോവും. ഇങ്ങനെ എല്ലാം കോടതിയിലേക്ക് കേസ് കൊട് എന്ന് പറയാ. ഇപ്പൊ അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു കേസ് കൊടുത്തതിന്റെ അനന്തര നടപടികളെല്ലാം എത്ര സമയമെടുക്കും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് തീർപ്പാവണമെങ്കിൽ? അതാത് സമയത്ത് ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ച് പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. ഞാൻ നേരത്തെ പറഞ്ഞു, PK സാജൻ, ഞങ്ങളുടെ CPM-ന്റെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആള്, ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ആള്, പൂങ്കുന്നത്ത് നടന്ന ഈ 53ഓളം വോട്ടിന്റെ കൂട്ടിച്ചേർക്കലുകൾക്കൊക്കെ എതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, സുരേഷ് ഗോപിയുടെ അനിയൻ, അദ്ദേഹത്തിന്റെ പേരെന്താ, സുഭാഷ് ഗോപി, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവർക്കൊക്കെ ഇവിടെ വോട്ടാ. അതിന്റെ പുറമെ ഈ സുഭാഷിന് എവിടെ വോട്ടുണ്ട്? കൊല്ലത്ത് ഇരുവിപുരത്തും വോട്ടാ. സുരേഷ് ഗോപിക്ക് എവിടെ? ശാസ്തമംഗലത്ത് വോട്ടാ. ഇവിടെ വന്നിട്ട് ഇവിടെയും വോട്ട് ചെയ്യുന്നു, ശാസ്തമംഗലത്ത് വീണ്ടും വോട്ട് ചെയ്യുന്നു. നേരത്തെ തമാശക്കൊക്കെ ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു സമയത്ത് പറയും പോണ്ടിച്ചേരി, ഒരു സമയത്ത് പറയും കൊല്ലത്ത്, ഒരു സമയത്ത് പറയും തൃശ്ശൂര്, ഒരു സമയത്ത് പറയും തിരുവനന്തപുരത്ത്. ഇതെന്താ ഇത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തിനെ വിലയിരുത്തണം, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ വിലയിരുത്തണം. സ്ഥിരതാമസക്കാരനാണെങ്കിലാണ് വോട്ടുണ്ടാവുക. എവിടെയാണ് സ്ഥിരതാമസം? അത് ഇദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുക്കണ്ടേ? ആ സത്യവാങ്മൂലം എവിടെയാണ്? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഈ ജനത്തിന് ഇതൊക്കെ അറിയാനുള്ളൊരു താല്പര്യമില്ലേ? അതിനുള്ള അവകാശമില്ലേ? ഇവർ വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയല്ലേ? നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുക. എന്ത് വിശ്വാസ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടാനുണ്ടാവുക?
അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കണം. ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. ഈ തെറ്റുകാരായ BJP-ക്കാരെ, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം.